എന്റെ പൊന്നു പവി എന്നെ ചുമ്മായിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കരുത്. എനിക്ക് നിന്റെ താളത്തിനോട് എപ്പോഴും വിളിക്കാൻ പറ്റത്തൊന്നുമില്ല. ആ പ്രേമമൊക്കെ ഉണ്ട്, ആ റൊമാൻറ്റിക്കുമാണ്. പക്ഷെ എനിക്ക് എന്നെ കൂടെ പറ്റത്തില്ല പവി. നീ വെച്ചേ. ആ ശരി. എന്താടി പ്രശ്നം? എടി നിനക്കറിയാലോ എനിക്ക് ഈ പ്രേമം പണ്ടാരൊന്നും പറ്റത്തില്ലാന്ന്. ഞാൻ നിർത്തി പരിപാടി. ഞാൻ ഇന്നത്തോടുകൂടി നിർത്തി. ആ ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ. ഇപ്പൊ ശരിക്കും നിങ്ങൾ നമ്മളെ പ്രശ്നം എന്തുവാ? എടി നീ കേക്കണം. ഇന്നലെ അവൻ വിളിച്ചെന്നെ, എന്നിട്ട് ഏതോ ഒരു പാട്ട് പാടിക്കൊണ്ടിരുന്നു. എനിക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല കേൾക്കാൻ. സത്യം പറഞ്ഞ ബോറായിരുന്നു ആ പാട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഇനി അവനെ വിഷമിപ്പിക്കേണ്ട, ഞാൻ പറഞ്ഞ് വിഷമിക്കേണ്ടെന്ന് വെച്ച് ഞാനത് കട്ട് ചെയ്ത് മര്യാദയുടെ രീതിയിൽ അവിടെ നിന്ന്. ഇന്നിപ്പോ അവൻ വിളിച്ചിട്ടുണ്ടല്ലോ, ദൈവമേ അതിന്റെ കംപ്ലൈന്റ്. അതിന്റെ ഇപ്പൊ ഞാൻ വിളിക്കണില്ല, എന്റെ പാട്ട് നീ കേട്ടില്ല, മെസ്സേജ് അയക്കണില്ല, എന്തൊക്കെ ഞാൻ കേൾക്കണം? നീ തന്നെ പറ, ഭ്രാന്താവില്ല ഒരു മനുഷ്യന്. അവനെ കുറ്റം പറയാൻ പറ്റില്ല, പ്രേമം മൂത്ത് നിൽക്കുന്ന സമയമാണ്. ഇതല്ല ഇതിനപ്പുറത്തും കാണിക്കല്ലേ? അത് കൊള്ളാം. അപ്പൊ ഞാനായി കുറ്റക്കാരി അല്ലേ? ആ അതെ. എനിക്കെന്താ പ്രേമിക്കാൻ അറിയത്തില്ലേ? ഇല്ല, പ്രേമിക്കാൻ അറിയത്തില്ല. പ്രേമിക്കാൻ അറിയില്ലെങ്കിൽ പ്രേമിക്കാൻ പോകരുത്. എടി നീ നോക്കിയേ ഇവളുടെ ഡ്രസ്സ് കണ്ട. എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട് ഇവള് പെണ്ണാണോ എന്നുള്ളത്. ഒരു മിനിറ്റ് ഞാൻ നിനക്ക് പെണ്ണാണോ ആണാണോ എന്നുള്ളത്. എടി പെണ്ണുങ്ങൾക്ക് ഈ ഫീലിങ്സ് ഒക്കെ വരുള്ളൂ, മനസ്സിലായാ? അതെ, എന്താണ് ആദ്യം ഉണ്ടല്ലോ ഇത് തന്നെ ഞാൻ പറയാന്നേ, ഇത് തന്നെ ഞാൻ പറയാന്നേ. ഈ ആണുങ്ങളെ മാതിരിയുള്ള ചാടി കടിക്കണ സ്വഭാവം ഉണ്ടല്ലോ, അത് ആദ്യം നീ നിർത്തണം. അവനൊരു റൊമാൻസും ഒരു പ്രേമൊക്കെ പറഞ്ഞെങ്കിലുണ്ടല്ലോ, ഒരു നമ്മറ ശിരസ്കി ആയിട്ട്, ഒരു നാടൻ ചുരിദാറൊക്കെ ഇട്ട്, ഒരു ചന്ദനക്കുറയൊക്കെ തൊട്ട്, ഇതിന് മുല്ലപ്പൊക്കെ ഇട്ടിട്ട് അവന്റെ മുന്നിൽ പോയി നിന്ന് നോക്ക്. അവനുള്ളത് എങ്ങനെ പാമ്പഴഞ്ഞു നിനക്ക് വരും. ചാരുവിനെ കൊണ്ട് അതിനൊന്നും പറ്റത്തില്ല. എടി ഇവളുടെ ഡ്രസ്സ് കണ്ട, ഇവളുടെ നടത്തം നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എക്സ്ക്യൂസ് മീ എടി, എന്റെ ഡ്രസ്സിന് എന്താ കുഴപ്പം? ഞാൻ മോഡേൺ വസ്ത്രമാണോ ധരിക്കുന്നത്? മാന്യമായ വസ്ത്രമാണോ ധരിക്കുന്നത്? മാന്യമായ വസ്ത്രമാണ് ധരിക്കുന്നത്. പക്ഷെ ഇവള് പറഞ്ഞ പോലെ ഒന്ന് പവിയുടെ അടുത്തൊന്ന് പോയി നോക്ക്. എന്റെ പൊന്നു ചാരു, ആണുങ്ങളാകുമ്പോ അവർക്ക് കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ഇങ്ങോട്ട് നോക്ക്, നീ കറക്റ്റ്, ഞാൻ പറയട്ടെ, കറക്റ്റ് ആ കൊച്ചു ഗനീഫിനെ പോലെ പുള്ളി ഇവർക്ക് 2 കഷത്തിലും ഇഷ്ടിക്കാൻ വെച്ചിട്ടു ഇതാണ് സ്വഭാവം. എടി ഞാനും ടോംബോയ് ലുക്കാണ് എന്നും പറഞ്ഞ് മൊരണ സ്വഭാവം ഞാൻ എടുക്കാറില്ല. ഇത് എന്തൊരു മൊരണ സ്വഭാവമാണ്. ആദ്യം തന്നെ മോള് കണ്ണാടി പോയി നോക്കും, കൂടുതൽ അങ്ങ് സംസാരിക്കും കേട്ടല്ലേ? ഇങ്ങനെയാണെങ്കിൽ കുറച്ച് നന്നാവും. അതെ. ഇപ്പൊ എന്താ വേണ്ടത്? ഞാൻ നാടൻ ലുക്കിൽ പോണം. അതെന്നെ കൂടെ നടക്കില്ല. എനിക്ക് ഗോപി ഇവളോടൊക്കെ പറയുന്ന നമ്മളോണ് അടിക്കാൻ അല്ല. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞ എങ്ങനെ പോണം? കുറച്ച് മുല്ലപ്പൊക്കെ ചൂടി, ഇച്ചിരി നാണൊക്കെ വെച്ച്, ഒരു ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് ചെന്ന് നിന്ന് നോക്ക്. എനിക്ക് നാണം വന്ന് ഇപ്പൊ ഉള്ളിലിരുന്ന് മനസ്സിലായി. അത് പിന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോ എങ്ങനെയൊക്കെ പെട്ടെന്ന് പറയുന്ന ആലോചിച്ച് അരച്ചിട്ട് ഞാൻ അവിടെ ചെയ്തോളാം. അത് നിങ്ങളുടെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് പറ നോക്കട്ടെ, ഒന്ന് കാണിക്ക്. ഞങ്ങളിവിടെ ട്രയൽ നോക്കിട്ട് വിടാ. എനിക്കങ്ങനെ പെണ്ണുങ്ങളുടെ അടുത്തൊന്നും വരത്തില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാ മതിയോ? ഇങ്ങനെയൊക്കെ പോയിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ ചൊറിയണം. അതെ, അൺറൊമാൻറ്റിക് ഫെലോസ്. ഞങ്ങളല്ല, നീയാണത്. അതെ. സി ഇൻസ്ട്രക്ഷൻസ് കേട്ടു. ഞാൻ ട്രൈ ചെയ്ത് നോക്കാം, ഉറപ്പൊന്നുമില്ല. എന്ത് ട്രൈ ചെയ്ത് നോക്കും? പറഞ്ഞ സംഭവങ്ങള് എടി മതിയടി, ഞാൻ ചെയ്തോളാം. അതിനെക്കൊണ്ട് എനിക്കുണ്ട്. അപ്പൊ ഞാൻ പോയി ട്രൈ ചെയ്യാം. ചെയ്യ് പോയിട്ട്. ഞങ്ങളുടെ കുട്ടിക്ക് നാൺ വന്നു. എന്താല്ലേ ഏറ്റെന്നാ തോന്നണ. 1 2 3 4. അയ്യോ മതി കളിക്ക്. നമ്മുടെ ബോഡി സെറ്റ് ആയിരിക്കണ്ടേ? പറ്റൂല, സൂം പോലെ തന്നെ നടു ഒടിഞ്ഞടേ. ഇനി നാളെയോ? അയ്യാ എടി, നമ്മുടെ ബോഡി ഫിറ്റ് ആയിരിക്കണ്ടേ എടി, ഇല്ലെങ്കിൽ ഭയങ്കര ഏജ് തോന്നിക്കും എടി. അതിനല്ലേടി ഈ സെറും ക്രീമൊക്കെ തേക്കണേ. അത് മുഖത്തിനാണ്, കഴുത്തിന്റെ താഴോട്ടാ കിളവിമാരെ പോലെ ഇരിക്കും ഇതൊന്നും കളിച്ചില്ലെങ്കിൽ. അയ്യോ സൂമ്പ് മുക്കി വെക്കില്ലേ? അപ്പൊ കളിക്കാം. റെഡി 5 6 7 ഗോ. 1 2 3 4 5 6. അടച്ചപ്പൊടി. ഇതെന്തോന്ന് തുള്ളിച്ചാണത്? നോക്കടിയാവുണ്ടോ ചാട്ടം. എന്നെ കിടന്ന് കടുക് പൊട്ടിത്തെറിക്കുന്ന കാണുന്ന പോലല്ല, ആള് നല്ല വളഞ്ഞ
ഹലോ, വലിയമ്മ നിങ്ങൾക്ക് അവിടെ നിൽക്കുന്നത് ഞങ്ങൾ തന്നെയാ നിങ്ങൾ തന്നെയാ? വാ, ഒന്ന് ജോയിൻ ചെയ്യ്. വാ. ഇവള് തുള്ളുന്നത് പോരാഞ്ഞിട്ട് നമ്മളെ കൂടെ തുള്ളിക്കാനുള്ള പരിപാടിയാണ്. എന്താ പറഞ്ഞേ? അതെ ഇവള് പറയുമായിരുന്നേ ജെനി നല്ല കിടുകണ്ണായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടെന്ന്. സ്റ്റെഫി, ഇത് ഡാൻസ് അല്ല, സൂംബയാണ്. സൂംബ. കണ്ടിട്ട് മനസ്സിലായില്ല കേട്ടോ. അല്ല, എനിക്ക് ഡാൻസ് ടീം ഉണ്ടായിരുന്നു പണ്ട്. റിയാലിറ്റി ഷോസ് ഒക്കെ നിറയെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സെലക്ഷൻ റൗണ്ടിൽ തന്നെ ഔട്ട് ആയിക്കണോ അല്ലേ? സത്യം. എങ്ങനെ മനസ്സിലായി? ചുമ്മാ കേട്ടോ, വെറുതെ വരുന്നതാ. ജെനി പൊളിയാ. അങ്ങനെങ്കിലും ജെനിനെ കൊച്ചൊന്നും ആക്കണ്ട. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എന്റെ കൂടെ സൂംബ കളിച്ച് നിങ്ങൾ എന്നെ തോപ്പിക്കാൻ പറ്റും. കാണിച്ചാ ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് അല്ലെ സ്റ്റെഫി? അങ്ങനെ പണിയുണ്ടെങ്കിലേ വെറുതെ ഒന്ന് കറങ്ങാണ്ട് കേറി അങ്ങ് പൊക്കൂടെ? നിന്ന് തിരിഞ്ഞോ നിൽക്കാറ്. പൊക്കോ, പോ. കേറിപ്പോ. വഴിയെ പോയി ഞങ്ങളെ വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പം പറഞ്ഞു പോവാനാ? ചേടാ, ഇത് കയ്യിലേക്ക് കിടന്ന് പാമ്പിനെ എടുത്ത് കോണിപ്പടിയിൽ വെച്ചെന്നാടി. കോണിപ്പടി കോണിപ്പൊടി. രണ്ടുപേരെ ഇവിടെ നിന്ന് ചുമ്മാ താളം പിടിക്കല്ലേ. ഒരു കാര്യം ചെയ്യാം, എന്റെ കൂടെ നിങ്ങൾ ഡാൻസ് മത്സരം പോയി. ഓഹോ, വെല്ലുവിളിയാണോ? വെല്ലുവിളിയാണ്, നിങ്ങൾ കൂട്ടിക്കും. ഇവിടെ വല്ല ബോക്സിംഗ് ആയിരുന്നെങ്കിൽ കൈ നോക്കായിരുന്നു. അവിടെ ബോംബെത്തുള്ളൂ കൊള്ളാനല്ല പറഞ്ഞത്. പറ്റുമോ? കേട്ടിട്ടില്ലെങ്കിൽ നാണം കടുവല്ലേ. ഡേയ്, കിടന്ന് പിറുപിറുക്കാതെ വല്ലതും പറയണ്ടേ ഇപ്പുറത്ത് പറഞ്ഞിട്ട് പോ. നടക്കൂ. ഏറ്റെടുത്തേക്കുന്നു നിന്റെ വെല്ലുവിളി. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാരു മത്സരം. ചാരു? ആ ചാരു തന്നെ. അയ്യേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്വന്തമായിട്ട് ഒരു കഴിവില്ലേ? ചാരുനെ ഡിപ്പെൻഡ് ചെയ്യാതെ വല്ലതും ചെയ്യാൻ പറ്റി ചെയ്തിട്ട് പോ പിള്ളേരെ. പോടി, പോയി തരത്തി കളിക്കണി. പോടി പോടി പോടി. എന്താ മാഡം? ആ മാഡം വിളിക്കുന്നു. മാഡം വിളിക്കുന്നു, ഞങ്ങക്ക് പോണം. അതാ നല്ലത്, നിന്ന് പുഴുങ്ങണ്ട. പോ. അടുത്ത കാലത്തൊന്നും ഇത്രയും നാണക്കേട് നമുക്ക് ചെയ്യാം. ബാലൻസ് സ്റ്റെപ്പ്. 1 2 3 സ്റ്റാർട്ട്. 1 2. എങ്ങനെയുണ്ട്? കൊള്ളാവോ? കൊള്ളാം കൊള്ളാം. പക്ഷേ എന്താണ് ഉദ്ദേശം? എടി, നീയല്ലേ പറഞ്ഞ ഇടയ്ക്കൊക്കെ ക്യാരക്ടറൊക്കെ മാറ്റി നാടൻ ലുക്കിലൊക്കെ പിടിക്കാന്ന്? ഏടി പെണ്ണെ, ഇവള് ചുമ്മാ പറയുന്നില്ല. അതൊക്കെ വിശ്വസിക്കോ നീ? നിങ്ങൾ ചുമ്മാ പറഞ്ഞാലും ഞാൻ കാര്യമായിട്ട് എടുത്തു. പിന്നെ പവിയുടെയും കൂടി ഇഷ്ടം ഞാൻ നോക്കണമല്ലോ. എന്താ എന്താ? അപ്പോൾ അങ്ങനെ നല്ല ഉദ്ദേശമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അവനെ വിളിച്ചാ നീ? ഞാൻ അവനെ വിളിച്ചില്ല, സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. ഇനി അവൻ വഴക്കിട്ടിരിക്കുവല്ലേ, വഴക്കിട്ടിരുന്ന പവി ഭയങ്കര പ്രശ്നമാന്നേ. എവിടെയും ഇരുന്ന് കരയുണ്ടാവും, ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടാവൂല. ഓ, ഞാൻ ഒരു മീറ്റിംഗ്. ഓ, പൊറോട്ട പ്രൈവറ്റ് ആയിട്ട് മീറ്റിംഗ്. സ്ഥലം ഇവിടെ അടുത്ത് തന്നെ. എന്ത് വേണ്ട, നീ എവിടാ? ഞാൻ അങ്ങോട്ട് വരാം. വേണ്ടാന്ന് പറഞ്ഞില്ലേ, എവിടാന്ന് പറ. ആ, അങ്ങോട്ട് വരാം. എന്തായത്? കാവിലെ ഭഗവതി പ്രത്യക്ഷപ്പെട്ടതാ? ഇഷ്ടപ്പെട്ടാ? ഹലോ, ഇതെന്തിങ്ങനെ? എടാ, ഞാൻ നിന്നെ കാണിക്കാൻ വേണ്ടിട്ടതല്ലേ. ഞാൻ അവിടെ നോക്കിയപ്പോഴേ വേറെ ഏതോ ഒരു സൂപ്പർ ചിക്കയ്ക്ക് നടക്കണം എനിക്ക് തോന്നിയത്. അങ്ങനെയാണോ നിനക്ക് തോന്നിയത്? അല്ലാണ്ട് ഞാനാന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ വിചാരിച്ചു വന്നാണ്ട് എന്നെ തന്നെ നോക്കി വന്നാന്നാ വിചാരിച്ചു. അതല്ല, സാധാരണ നീ ഇങ്ങനത്തെ ഡ്രസ് ഒന്നും ഇടാറില്ലല്ലോ, അതാണ് പറഞ്ഞത്. എടാ, ഞാൻ ആക്ച്വലി ഇത് നിനക്ക് വേണ്ടിട്ടിട്ടതാ. ഇഷ്ടപ്പെട്ടില്ല? നീ പറ, എന്നെ ഇങ്ങനത്തെ വേഷത്തിൽ കാണാനാണോ നിനക്ക് ഇഷ്ടം, അതോ എന്റെ ആസ് യൂഷ്വൽ മോഡേൺ വേഷത്തിലാണോ? ഓ, ഇന്ന് ഞാൻ വല്ലതും പറഞ്ഞിട്ട് വേണം. എന്റെ ജീവിതമാണ്, എനിക്ക് തോന്നിയ ഡ്രസ്സൊക്കെയാണ് ഞാൻ ഇടുന്നത് പറയാൻ വേണ്ടിട്ടല്ലേ. യോ പവി, എനിക്കറിയാം നീ ചുമ്മാ. ഞാൻ അതിന് വേണ്ടിട്ടല്ല, ഞാൻ പഴയ പോലല്ല. സാരി ഒരുപാട് മാറി. എനിക്കിപ്പോ നിന്റെ ഇഷ്ടങ്ങളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. മാറണ്ട, പഴയതുപോലെ ഇരുന്നാൽ മതി, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.
ഞാൻ എന്തെങ്കിലും പറയുമ്പോ തിരിച്ച് പറയണ ആളായിട്ടിരുന്നാ മതി. നീ പുതിയതായിട്ട് നാളൊന്നും ആവണ്ട. എന്തിനാവണത്? ആണോ? ആ അങ്ങനെ തന്നെ ഇരുന്നാ മതി. ശരിക്കും പറഞ്ഞാണോ? ആ അത്ര തന്നെ. ശേ, വെറുതെ അവൾമാരെ വാക്കും കെട്ടി ഈ സാധനമൊക്കെ എടുത്ത് വലിച്ചു വാരിയിട്ട് എന്ത് പാടാന്ന് പറയുന്നത് അത് കയറി അടക്കാൻ. പക്ഷെ കൊള്ളാം, രസമുണ്ട് കാണാൻ. ഇപ്പൊ കണ്ടു കഴിഞ്ഞാലേ പയ്യന്മാരെയൊക്കെ ഒന്ന് നോക്കും. അപ്പൊ നേരത്തെ നോക്കില്ലായിരുന്നു? സത്യം പറഞ്ഞ കള്ളം പറയണം. സത്യം പറഞ്ഞു നേരത്തെ നോക്കുകയൊക്കെ ചെയ്യായിരിക്കും. പക്ഷെ നിന്റെ ഒരു കടിച്ചിറ നിൽക്കുന്ന സ്വഭാവം കാരണം ആരും അടുത്ത് വരില്ല. അതാണ് പ്രശ്നം. എവിടെ തമ്മിച്ചത്? അതൊക്കെ ഒപ്പിച്ച് കൊള്ളാല്ലേ? പ്രദീപിക്കാൻ വേണ്ടിട്ടുള്ള സാധനം കൊള്ളാം. എന്നാ അല്ല, കൊള്ളാം കൊള്ളാം, രസമുണ്ട്, നല്ല രസമുണ്ട്. കൊപ്പിക്കാൻ പറ്റ പാടുണ്ടല്ലോ. എങ്ങനെയുണ്ട്? ചില്ലറക്കാരനൊന്നും അല്ല, പിന്നെ സ്വന്തമായിട്ടേ 3 തുണിക്കട, 2 ഹോട്ടല്, 1 തിയേറ്റർ, ചെറിയൊരു കോടീശ്വരനാണ്. പക്ഷേ കാണാൻ ലുക്കിലടി. ലുക്കില്ലെങ്കിലേ വേണ്ട, എനിക്ക് കെട്ടി വീട്ടിൽ കൊണ്ടുവയ്ക്കാനല്ല, എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നൈസിനാ ട്രാക്കിലൂടെ അങ്ങ് നടത്തിക്കൊണ്ട് പോകണം, അത്രയേ ഉള്ളൂ. എന്നിട്ട് അവൻ വളഞ്ഞില്ല, ആ ഒരു ട്രാക്കിലോട്ടൊക്കെ ഞാൻ ഇങ്ങനെ എത്തിച്ചു കൊണ്ടുവരുന്നു. ആരാ? സ്റ്റെഫി ജാക്സൺ. വളച്ചുണ്ടല്ലോ, ഞാൻ അവനെ കുപ്പിയിലാക്കും. എന്നിട്ട് വേണം ഈ ഫോൺ ഒന്ന് മാറാൻ. നിനക്ക് ഫോൺ വാങ്ങിച്ചു തരാനും റീചാർജ് ചെയ്യാനും ഡ്രസ്സ് വാങ്ങിച്ചു തരാനൊക്കെ എത്ര പേരാ. നമ്മൾ ഈ നക്കാപ്പിച്ച ശമ്പളം കിട്ടിട്ട് അതിൽ നിന്നൊക്കെ എടുത്തിട്ട് വേണം വല്ലതും മേടിക്കാൻ. അയ്യോ, ഇത് വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ കിട്ടുന്നൊന്നുമല്ല, നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ്. അതെ, അതെന്റെ മിടുക്കാണ്, എന്റെ മിടുക്ക്. മിടുക്കൊക്കെ കൊള്ളാം, പക്ഷേ ഇവന്മാരെല്ലാരും കൂടെ ലാസ്റ്റ് ഒരു വരവ് വരും, സൂക്ഷിച്ചു മോള്. അയ്യോ, അതെ, ഇന്നെല്ലാം തുടങ്ങിയതല്ലേ സ്റ്റെഫി പരിപാടി. സ്റ്റെഫിക്ക് കക്കാൻ ഇറങ്ങി നല്ലോണം നിൽക്കാനും അറിയാം. ഇനി അവന്മാരൊക്കെ എൻ്റെ തലയിൽ ആകുവാണെങ്കിൽ അവന്മാർ ആ രീതിക്ക് റൂട്ട് തെറ്റിച്ച് വിടാനും എനിക്കറിയാം കേട്ടാ. അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം. അല്ല, ഇതിപ്പോ എത്രാമത്തെ തവണയാ താൻ ഈ ഫീസ് മുടക്കിക്കൊണ്ട് ഇവിടെ താമസിക്കുന്നത്? വർക്ക് തീരെ കുറവായിട്ടാ. അതൊന്നും ഞാൻ അറിയേണ്ട കാര്യമല്ല. ഞാൻ ഈ നടത്തുന്നത് ധർമ്മസ്ഥാപനമൊന്നും അല്ല. ഇവിടെ നിൽക്കണമെങ്കിൽ കൃത്യമായിട്ട് എനിക്ക് ഫീസ് കിട്ടണം. എന്തേ പറഞ്ഞ മനസ്സിലായോ? ഒരു 2 ദിവസത്തിനുള്ളിൽ സമയം തരുവാണെങ്കിൽ തരാം മാം. ഇത്തിരി ബുദ്ധിമുട്ടിലായോണ്ടാ. 2 ദിവസം, മനസ്സിലായല്ലോ? അതിനുള്ളിൽ ഫീസ് തന്നില്ല എങ്കിൽ താൻ പൊക്കോളണം. ഇവിടെ എന്റെ ഈ സ്ഥാപനത്തിലോട്ട് വരാൻ നല്ല പെൺകുട്ടികൾ ഇങ്ങനെ കാത്തോണ്ടിരിക്കുക. എത്ര കോളാ എനിക്ക് വരുന്നറിയോ? ചെല്ല്, 2 ദിവസം കൊണ്ട് തന്നേക്കണം. ശരി മാഡം. ചെല്ല്. അത്ര പാവമൊന്നുമല്ല. ആ മാഡത്തിനെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. ഇവൾക്കേ നല്ല കാശുണ്ട്. ഇവളെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഒരു വർക്ക് ചെയ്ത് എത്ര രൂപ കിട്ടും? കാശുണ്ടെങ്കിൽ പിന്നെ എന്താ കൊടുത്താല്? ചിലരെ അങ്ങനെയാണ്, കയ്യിൽ കാശുണ്ടെങ്കിൽ ഇറക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ വഴക്കൊന്നും ഒരു പുത്തരി ആയിരിക്കില്ല, അവർക്ക് ശീലമായിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നത് ജെനുവിൻ ആണെന്നാ. ഇത്രയും വിഷമം വരുമോ? പിന്നെ അവളെ നല്ല പഠിച്ച വള്ളിയായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ കരഞ്ഞ് കാല് പിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ആകെ പോട്ടെ, ഒരു ചായ കുടിക്കാൻ വാ. ആരുണ്ടാക്കും? എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ലല്ലോ, എനിക്ക് കുടിക്കാൻ മാത്രമേ. അതേ സൂചിപ്പിക്കണ്ട, വാ എടുക്കാൻ വരെ. നീ ഇതെവിടെ ഇരുന്നടി? ഞാൻ താഴെ ഉണ്ടായിരുന്നു. വാടി വന്ന് കളിക്കാം. ഞാൻ ഇല്ല, നിങ്ങൾ കളിച്ചോ. നിനക്കെന്ത് പറ്റി? മാഡം വിളിച്ചായിരുന്നു. 2 മാസം ഫീസ് കൊടുത്തില്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ഇറങ്ങിപ്പോൻ പറഞ്ഞു. ആ തള്ള അങ്ങനെ പറഞ്ഞ? വന്ന് ആ തള്ളക്കൊരു കണ്ണിച്ചോറില്ലടി. നീ സൺഡേ വരെ ഒന്ന് വെയിറ്റ് ചെയ്യും, എനിക്ക് കുറച്ച് ക്യാഷ് വരാനുണ്ട്. ഞാൻ നിനക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സമ്മതിക്കും തോന്നല്ല, 2 ദിവസത്തിനുള്ളിൽ ഇറങ്ങാൻ പറഞ്ഞു. എടി, നിനക്ക് നിന്റെ അപ്പനോടൊന്ന് കാശ് വെച്ചൂടെ? ബെസ്റ്റ് അങ്ങേരാ. എന്നെ പഠിപ്പിക്കുന്നതിന്റെ പാഴ്ചലവെന്നാണ് അങ്ങേര് ഇപ്പൊ തന്നെ പറയുന്നത്. എന്നല്ലേ കാശും ചോദിച്ചാൽ അങ്ങ് ചെന്നാ മതി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ. എടി, 2 മാസത്തെ ഫീസ് അല്ലേ? ശരി എന്നാ, നിങ്ങൾ കളിച്ചോ. പാവല്ലേ, അവൾക്കിപ്പോ വർക്ക് കുറവാടാ. എന്തായി അവളുടെ കൂട്ടുകാരുടെ ഒരു പാർലർ തുടങ്ങുന്നവരെ പറഞ്ഞിട്ട്? അതിനും കാശ് വേണ്ടേ? സത്യം, എങ്ങനെയും കുറച്ച് കാശ് ഉണ്ടാക്കണം. അറ്റ്ലീസ്റ്റ് 75 lakhs എങ്കിലും. എന്നിട്ട് അതിന്റെ പലിശ വെച്ചാണ് ഒന്ന് ജീവിക്കാൻ.
ഇതൊക്കെ തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതൊരു തെറ്റാണോ? കാശിന് കാശ് തന്നെ വേണോടി. അതാകുമ്പോൾ നമുക്ക് ലാവിശ് ജീവിക്കാം. ഒരു പട്ടിയും ചോദിക്കാൻ വരൂലല്ലോ. ഞാൻ എങ്ങനെയെങ്കിലും അവൾ കുറച്ച് ക്യാഷ് അറേഞ്ച് ചെയ്യട്ടെ. നിനക്കെന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എനിക്കെന്താ ഐഡിയ? അല്ലെങ്കിൽ തന്നെ എനിക്കാരും ആശ്രയനാടെ. ആകെയുള്ളവരൊന്ന് അക്കി നായർ അപ്പനും. ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒപ്പിക്കായിരുന്നു. അപ്പം അതും ഇല്ല. നോക്കട്ടെ, ഇൻസ്റ്റയിൽ വല്ല ബോയ് ഫ്രണ്ടിനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എടാ അത്ര അത്യാവശ്യമായിട്ട് കേട്ടോ വിളിച്ചേ. കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഞാൻ നോക്കാം. ശരി, ഓക്കെ. ഡോ എന്തൊരു ഇങ്ങനെ ഇരിക്കണത്? ഒന്നുമില്ല. തനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ തനിക്ക് ഷെയർ ചെയ്യാം, ഞാൻ കേൾക്കാം. എന്തിന് ഞാൻ തന്നോട് പറയണേ? വേണ്ട, അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. ഒരാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം കുറച്ച് കുറയുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. പറയാൻ പറ്റുമോ തനിക്ക്? ഒന്നുമില്ല, മാഡം വിളിച്ചായിരുന്നു, 2 മാസം റെന്റ് കൊടുക്കാൻ പറഞ്ഞായിരുന്നു, അത്രേ ഉള്ളൂ. ഓഹോ. അപ്പൊ താനിപ്പോ ജോലിക്കൊന്നും പോകുന്നില്ലേ? ജോലിയൊക്കെ കണക്കാ. ഇപ്പൊ മുക്കിന് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. എന്നെയൊക്കെ ആർക്കെങ്കിലും വേണം. അപ്പൊ ജോലി ഇല്ലാത്തോണ്ട് കൊടുക്കാൻ പൈസ ഇല്ല, അതാണ് മാറ്റർ അല്ലേ? അപ്പൊ ശരി. ഏത് നേരം നോക്കിയാലും കിടപ്പ്. എന്തൊരു സുഖമുള്ള ജീവിതം. എന്നാ പിന്നെ കാര്യം ഈ കട്ടിൽ നോക്കിയിട്ട് അതിന്റെ അടിയിൽ കയറി ഇങ്ങനെ ഇരിക്കാം. എന്തേലും പറയുമ്പോ തർക്കുത്തരം പറഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. പിന്നെ എന്നാ ചെയ്യണ ചാലൂടെ? നിങ്ങൾക്ക് ഇവിടെ നടക്കണമല്ലോ അറിയണ്ട. അവിടെ പാ ഒരു കൊച്ചിരുന്ന് വിഷമിച്ചോണ്ടിരിക്കുന്നു നമ്മുടെ ആര്യ. പക്ഷെ എനിക്ക് കണ്ടിട്ട് ഭയങ്കര വിഷമം തോന്നുന്നു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞു വന്നത്. എടി കൊളോക്കിയല്ലേ നമ്മൾ പറയുമ്പോ ഇങ്ങനെയല്ലേ പറയൂ. ഒരുപാട് കൊളാക്കല്ലേ. അത് വിട് സീൻ ഞാൻ പറയാം. എന്തോ ഇവിടത്തെ മാഡം ചീത്ത പറഞ്ഞ റെന്റ് കൊടുക്കാൻ പൈസ ഇല്ലെന്ന് അങ്ങനെ കണ്ടൊക്കെ പറഞ്ഞു. ഇനി മാഡം ചീത്ത വിളിച്ച് നമ്മള് കേട്ടല്ലേ? അയ്യോ, അത് ഒറിജിനൽ ആയിരുന്നു. ഞാൻ വല്ല പുതിയ നമ്പർ വല്ലതും ആയിരിക്കും അവളുടെ. എടി ഞാൻ ആലോചിക്കുവാണെങ്കിലേ അവൾക്ക് ഇത്രയും കഷ്ടപ്പാട് പറഞ്ഞല്ലോ, നമുക്ക് എല്ലാവർക്കും കൂടി കുറച്ച് പൈസ കളക്ട് ചെയ്തിട്ട് അവൾക്ക് കൊടുത്താൽ നല്ലതായിരിക്കില്ല റെന്റ് അടയ്ക്കാൻ. എടി എന്റെ കയ്യിൽ 5 പൈസ ഇല്ല. അത് പിന്നെ എന്തേലും ഇല്ലല്ലോ. എന്നാ പിന്നെ ആരെ കണ്ടോണ്ടാ തേറ്റോണ്ട് പോകുന്നത്? ഉറപ്പായിട്ട് നിന്നെ കണ്ടോണ്ട്. എന്തമ്പടി എടി, നീയല്ലേടി കണ്ണി കണ്ട ചെക്കന്മാരെ മറ്റേ പേരൊന്നും ഞാൻ പറയണില്ല, എനിക്കറിയത്തില്ല. ഇത്രയും ചെറുക്കന്മാരെ തേച്ച പൈസ, അവന്മാരെ നിശിക്കിയ പൈസ ഒക്കെ നിന്റെ ഉണ്ടെന്ന് പറയാം. അതിന്റെ ഒരു പകുതി കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് റെന്റ് അടയ്ക്കാൻ പറ്റും. കേട്ടാ, അവളെ കച്ചറ ആറ്റിറ്റ്യൂഡ് ഉണ്ടോ? എടി, കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരാൾക്ക് നന്മ ചെയ്ത് കഴിഞ്ഞാൽ നീ അങ്ങ് സ്വർഗത്തിൽ പോലും സ്വർഗം. അങ്ങനെ നന്മോരം കളിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലേ സ്വന്തം കയ്യിൽ നിന്ന് എടുത്ത് വേണം കൊടുക്കാൻ. അതിനെ കയ്യിലില്ലാത്തോണ്ടല്ലോ ചോദിച്ചത്. ഏടിച്ചാരു ഇവക്ക് മനുഷ്യത്വം എന്ന് പറഞ്ഞ തൊട്ട് തേണ്ടിയിട്ടില്ല. നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ കയ്യിലുണ്ടായിരുന്നു നമ്മള് കൊടുത്തത്. സത്യോടെ എന്തേലും ഉണ്ടായിരുന്നു ഞാൻ എണ്ണി പിറക്കിയാണേലും ഞാൻ കൊടുത്തേനായിരുന്നു. മതി, നിർത്തിക്കാനുണ്ട് ഇമോഷണൽ ഡ്രാമ. ഒരു പരിപാടി ഒപ്പിച്ചോണ്ട് വന്നേക്കണ്. മേലെ ഇനി ഞാൻ അങ്ങനെ ചെയ്താലാണ്. ഇപ്പൊ തവണത്തേക്ക് ഞാൻ തരാം. പിന്നെ ബെല്ലോന്റെ പറമ്പിലെ മാങ്ങ കണ്ടിട്ടല്ല തോട്ടി കെട്ടാൻ പോകേണ്ടത് കേട്ടാ. വർത്താനം പറയരുത് കേട്ടോ. എന്തായാലും തരാന്നേറ്റില്ലേ, ഗുഡ് ഗേൾ. എനിക്കാണ് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. നീ ആ നഷ്ടം ഞാൻ ഏത് വഴിക്ക് ഒഴിക്കുന്ന പോലെ. അടുത്ത ബോയ് ഫ്രണ്ടിനെ പിടിച്ചാ പോരെ, പ്രശ്നം തീർന്നില്ലേ? ആര്യ എവിടെ? ആര്യ 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 ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലാന്ന് ഓർത്തിട്ട് ടെൻഷൻ ആവണ്ട. ഇതാത് വെച്ചോ. ഇതാന്ന് പിടിക്കുന്ന. താങ്ക് യു. ഞാന് വർക്ക് കിട്ടുന്നതിനനുസരിച്ച് തരാം. അയ്യോ, അതൊന്നും വേണ്ട. പയ്യെ സമാധാനപൂർവ്വം തന്നാ മതി അല്ലേ? അതെ, പതിയെ തന്നാ മതി. സമയം കിട്ടുന്ന പോലെ കാശുള്ള തന്നാ മതി. എന്തായാലും ഇനി സമയം കളയണ്ട, മാഡത്തിനോണ്ടേ കൊടുത്തേക്ക്. അതെ, എന്നാ കൊണ്ടേ കൊടുക്ക. ശരിയാണ്.